കണ്ണൂരിൽ ജില്ലാ ജയിലിൽ ഒരു പോക്സോ കേസ് പ്രതി വല്ലാത്ത പരാക്രമം കാണിച്ചു കേട്ടോ. ഇന്നലെ അസിസ്റ്റന്റ് സൂപ്രണ്ടിനെ മർദ്ദിച്ചു. പോക്സോ കേസ് പ്രതിയായ കോഴിക്കോട് എലത്തൂർ സ്വദേശി രാഹുലാണ് ഈ അക്രമം കാണിച്ചത്. മറ്റൊരു മുറിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു കണ്ണൂരിൽ ഈ ജില്ലാ ജയിലിൽ പ്രതി അസിസ്റ്റന്റ് സൂപ്രണ്ടിനെ മർദ്ദിച്ചത്. നമുക്കൊപ്പം അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. അഭിജിത്ത്, എന്താണ് സംഭവിച്ചത്? പോക്സോ കേസിലെ പ്രതിയാണ്, ഇയാൾക്ക് മുറി മാറ്റണമെന്ന് ആവശ്യപ്പെട്ട അസിസ്റ്റന്റ് സൂപ്രണ്ടിന്റെ അടുത്ത് ഇടിച്ചു എന്ന് കേട്ടു. ഇതെന്താ സംഭവം? ഈ കക്ഷി പൊതുവെ വയലന്റ് ആണോ? അരുൺ, ഇയാൾ പൊതുവെ അക്രമകാരിയാണ്, വയലന്റ് ആണ് എന്നുള്ളത് തന്നെയാണ്. പോക്സോ കേസ് പ്രതിയായാണ് കണ്ണൂർ ജില്ലാ ജയിലിലേക്ക് ഇയാളെ കൊണ്ടുവരുന്നത്. കോഴിക്കോട് എലത്തൂർ സ്വദേശിയാണ്. ഈ സംഭവം നടക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ ഏതാണ്ട് 11 മണി സമയത്താണ് അരുൺകുമാർ. ഇയാൾ ജയിലിലെ പ്രതി രാഹുൽ ജയിൽ സൂപ്രണ്ടിന്റെ അസിസ്റ്റന്റ് സൂപ്രണ്ടിന്റെ മുറിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ എത്തിയിട്ട് താൻ ഇപ്പോൾ കിടക്കുന്നത് ബ്ലോക്കിലാണ്, തന്നെ ഒരു സിംഗിൾ സെല്ലിലേക്ക് മാറ്റണം എന്നാവശ്യപ്പെടുകയായിരുന്നു. ഇയാൾ ഇത് സ്വാഭാവികമായും ഈ അസിസ്റ്റന്റ് സൂപ്രണ്ട് ഇത് നിഷേധിക്കുന്നു. ഇതിന് പിന്നാലെയാണ് ഇയാളുടെ പരാക്രമം നടന്നത്. ഈ അസിസ്റ്റന്റ് സൂപ്രണ്ടിനെ ഇയാൾ മർദ്ദിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരീരത്തിലൊക്കെ അടിച്ച് പരിക്കേൽപ്പിക്കുകയും അവിടെയൊക്കെ ഒരു പരാക്രമം നടത്തുകയും ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. പിന്നീട് കൂടുതൽ ഉദ്യോഗസ്ഥരൊക്കെ എത്തിയാണ് ഇയാളെ തിരികെ ജയിലിലെ ബ്ലോക്കിലേക്ക് തിരികെ കൊണ്ടുപോവുകയും ചെയ്തത്. എന്തായാലും അതിനു പിന്നാലെ തന്നെ ടൗൺ പോലീസിൽ ഈ അസിസ്റ്റന്റ് സൂപ്രണ്ട് പരാതി നൽകുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഇന്നലെ രാത്രിയോടുകൂടി ഈ രാഹുലിനെതിരെ ടൗൺ പോലീസ് കേസെടുക്കുകയും ചെയ്തത്. അരുൺകുമാർ, ഓക്കെ. ഇത് അഭിജിത്താണ് നമുക്കൊപ്പം വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇങ്ങനെയൊക്കെ ഓരോരുത്തർ ചെയ്താൽ എന്താ ചെയ്യുക അല്ലേ? അതും ഒരു പോക്സോ കേസ് പ്രതി ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുകയാണ്, അസിസ്റ്റന്റ് സൂപ്രണ്ടിന്റെ അടുത്ത് ഇടിക്കുകയാണ്. എന്താ സംഭവം? മുറി മാറ്റി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. എന്താ അല്ലേ?